ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേറ്ററ്റ് എക്സാം എല്ലാവർക്കും എപ്പോഴും അറിഞ്ഞും കേട്ടും ഒക്കെയുള്ള പേരാണ് കേറ്ററ്റ് എക്സാം. അപ്പോൾ ഈ കേറ്ററ്റ് എക്സാമിന് ഇപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, എത്ര പഠിച്ചിട്ടും ഈ എക്സാം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മുടെ കമൻസിൻ്റെ താഴെ പരീക്ഷയാകുമ്പോൾ എല്ലാവരും പറയും നന്നായിട്ട് പഠിക്കാൻ പറ്റി, പക്ഷേ അത് കഴിഞ്ഞ് ഒരു റിസൾട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആൻസർ കീ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് മിക്കവരും പറയുന്നു എനിക്ക് ഞാൻ പാസ്സാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്? കേറ്ററ്റ് എത്ര എഴുതിയിട്ടും പാസ്സാകാത്തത്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ടൈപ്പുള്ള ആൾക്കാരാണ് കേറ്ററ്റ് പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്ന് പഠിച്ചുകൊണ്ടിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന് ആ സമയങ്ങളിൽ കേറ്ററ്റ് എഴുതുന്നുണ്ട്. അവരുടെ പാസ് പെർസെൻറ്റേജ് പറയുന്നത് നമ്മൾ കുറച്ച് നാളൊക്കെ ഗ്യാപ്പുള്ള ഉദ്യോഗാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ്. കാരണം അവർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, BEd-നായാലും DLed-നായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതല്ല എങ്കിൽ ആ കാറ്റഗറിയുടെ കൂടെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് മറ്റുള്ള പരീക്ഷയ്ക്ക്, ഇപ്പം സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു, അവരത് കഴിഞ്ഞ് കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇനിയും ഈ രണ്ട് പേരും എന്ന് പറയുന്നത് അവരുടെ വിജയ ശതമാനം കുറച്ചും കൂടെ കൂടുതലാണ്. എന്നാൽ അത് കഴിഞ്ഞൊരു ഗ്യാപ്പിന് ശേഷം പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്. ഈ ഗ്യാപ്പിന് ശേഷം പരീക്ഷ എഴുതുമ്പം പല ആൾക്കാരും, അതിലൊരു 60% ആൾക്കാരെന്ന് പറയുന്നത് നല്ലവണ്ണം പണ്ട് നല്ല അക്കാഡമിക് ഉണ്ടായിരുന്ന കുട്ടികൾ, എഫേർട്ട് ഇടാൻ തയ്യാറാകുന്ന ആൾക്കാർ. അതായത് അവർക്കൊരു 4-5 മണിക്കൂറൊക്കെ പഠിക്കാൻ വേണ്ടി മെനക്കെടുന്നു. അവർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സിലബസ് ഓവറോൾ പഠിച്ച് മനസ്സിലാക്കുന്നു. 1-2 അറ്റംപ്റ്റിൽ ഈ കേറ്ററ്റ് ക്ലിയർ ചെയ്യുന്നു. മറ്റ് ചിലരെന്ന് പറയുമ്പോൾ അക്കാഡമിക്കലി പണ്ടായാലും കുറച്ച് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളവർ പഠനത്തിൽ നിന്നും കുറച്ച് നാൾ മാറി നിന്നപ്പം ആ ഒരു വിരസത കൂടി, പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കുറഞ്ഞു. മോട്ടിവേഷൻ കുറയുന്നതിനോടൊപ്പം തന്നെ പഠിക്കാനുള്ള ആ ഒരു പഠിച്ചിട്ടും മറന്നു പോകുന്നു. 1-2 വിജയങ്ങൾ സമ്മാനിക്കാതാകുമ്പോഴത്തേക്ക് ഉള്ള കോൺഫിഡൻസ് മാറും. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. എത്ര എഴുതിയിട്ട് 1-2 പ്രാവശ്യം ഈ ഒരു എക്സാം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് എഴുതിയെടുക്കുന്നത് ഒരു 6-7 തവണയൊക്കെ എത്തുമ്പോഴായിരിക്കും എഴുതിയെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോഴത്തേക്ക് അവർ നന്നായിട്ടങ്ങ് മുഷിഞ്ഞിട്ട് ശേഷം മാത്രമായിരിക്കും ഇത് എഴുതിയെടുക്കുന്നത്. ഇത് എഴുതിയെടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരു പോംവഴികളും ഉണ്ടാവുന്നുമില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല. അവിടെ അവർ നിസ്സഹായരായി പോവുകയാണ്. ആ ആൾക്കാരോട് ഇപ്പം ഈ പറയുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ 150 മാർക്കിൻ്റെ പരീക്ഷയാണ്. 150 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പം മനസ്സിലാക്കിക്കോണം, നമ്മൾ അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും കണ്ടന്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയെ സമീപിക്കാൻ പറ്റുള്ളൂ. പലരും പറയാറുണ്ട് വെറുതെ ഞാൻ പോയിരുന്ന് കേറ്ററ്റ് എഴുതി. അത് ഈ പറയുന്ന കാറ്റഗറിയിൽ, ആദ്യത്തെ കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ വെറുതെ പോയി എഴുതിയെന്ന് പറയുന്നത്. വെറുതെ പോയി എഴുതി എന്ന് പറയുമ്പോഴും അതിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അതിനെ നമ്മൾ കാണാതെ പോകരുത്. സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി കേറ്ററ്റ് കാറ്റഗറി 2 എഴുതിയെടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കാരണം അവൻ പഠിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ചെറുതായിട്ട് പഠിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വെച്ച് നിങ്ങളുടെ പഠന സ്ട്രാറ്റജി ഏതാണെന്ന് ആദ്യം തീരുമാനിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് ഞാനൊരു ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ 2 കാറ്റഗറി. ഇതല്ലാതെ ഒരുപാട് പേരുണ്ട്, അവരവരുടെ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യുണീക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠന രീതിയും യുണീക്ക് തന്നെയാവണം. ഓക്കെ, ഇനിയും ആ പഠനരീതി യുണീക്ക് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ മിക്ക കേറ്ററ്റിൻ്റെ ഉദ്യോഗാർത്ഥികളുടെയും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫസ്റ്റ് കോഴ്സ് എടുക്കുന്നത് ചിലപ്പോൾ ഒരു 3 മന്ത്സ് കോഴ്സ് എടുക്കുമെന്ന് വിചാരിക്കുക. 3 മന്ത്സ് കോഴ്സ് എടുക്കുമ്പോൾ ആപ്പിലെ ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്പിലെ ക്ലാസ്സുകൾ ഇങ്ങനെ റെക്കോർഡഡ് ക്ലാസ് ആദ്യം തന്നെ എല്ലാ സബ്ജക്റ്റും എല്ലാ വിഷയങ്ങളും ബേസ് ചെയ്ത് ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും, ക്യാപ്സൂൾ ഫോർമാറ്റിലുണ്ടായിരിക്കും. അപ്പം ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം മെനക്കെട്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ് കാണാൻ പറ്റത്തുള്ളൂ. 3 മാസം ആകുമ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു
എത്രമാത്രം നമ്മൾ ടൈം ടേബിളൊക്കെ വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചാലും ചിലവർ ഉഴപ്പി തുടങ്ങും. പരീക്ഷ ആകുമ്പോഴായിരിക്കും ഇവർ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു എഫേർട്ട് ഇട്ട് തുടങ്ങുന്നത്. അവിടെ ഇവർ പരീക്ഷയുടെ അടുത്തൊരു മാർക്കിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഒരു 82-ന് പരീക്ഷ ആകുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവുന്ന ഈ ദൈവമേ ഇത് ഇത്രയും കൂടെ ഒരു മുമ്പിലോട്ട് പഠിച്ചായിരുന്നെങ്കിൽ നമുക്ക് പാസ്സാകാമായിരുന്നു. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? അപ്പോൾ ഒരു അടുത്ത മാർക്ക് കിട്ടി 82-ന് ചിലപ്പം അല്ലെങ്കിൽ 90 മാർക്കിന് 87 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അടുത്ത പ്രാവശ്യം കോൺഫിഡൻസ് ആയി, എനിക്ക് 87 മാർക്ക് കിട്ടി, ഞാൻ ഈ 87 മാർക്ക് നമുക്ക് പരീക്ഷ എഴുതാൻ അന്ന് അറിയാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു മാർക്ക് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ തോക്കുന്നോ പാസ്സാകുമോ എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ടാകും. അന്നേരം നമ്മൾ ആരും പഠിക്കത്തില്ല. പിന്നീട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? നെക്സ്റ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞ് വീണ്ടും ഈ ചെറിയ മാസത്തിലായിരിക്കും പഠിക്കുന്നത്. അതാണ് ആ കൺസിസ്റ്റൻസി എന്ന് ഞാൻ പറയുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമല്ല പരീക്ഷയെ സമീപിക്കേണ്ടത്. അങ്ങനെ പരീക്ഷയെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് അനന്തനിർഗളമായി ഈ പ്രോസസ്സ് പോകും. സോ ആദ്യം അതങ്ങ് വിട്ടേക്കുക. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് പഠിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പരീക്ഷ പാസ്സാകത്തുള്ളൂ. വൺസ് നിങ്ങൾ എടുക്കുന്ന ഒരു 4 months എഫേർട്ട് അല്ലെങ്കിൽ 3 months എഫേർട്ട് സത്യസന്ധമായി നിങ്ങൾ എടുക്കുക. 3 months എഫേർട്ട് ഇട്ടാൽ മതി. 3 months നിങ്ങളൊരു വെറും ഒരു 2-3 മണിക്കൂർ കറക്റ്റായിട്ട്, പലപ്പോഴും ഇത് യൂട്യൂബിൽ നോക്കും, കുറച്ച് ക്ലാസ് ഇവിടെ കാണും, കുറച്ച് ക്ലാസ് അവിടെ കാണും, കുറച്ച് ക്ലാസ് ഇവിടെ കാണും. ഇത് പഠിത്തമാണ്. നോക്കിപ്പഠിത്തം പറ്റത്തില്ല. കണക്കെങ്ങനെയാണ് നോക്കി പഠിക്കുക? കണക്ക് ചെയ്ത് പഠിക്കണം അല്ലേ? ഈ കണക്ക് ചോദിച്ചില്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള കണക്ക് PSC ആയാലും ഏത് റാങ്ക് ഫെയിലിനായാലും ഈ കണക്ക് അതേപോലെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും. കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ കണക്ക് ചെയ്യാൻ എന്ന് പഠിക്കുന്നു അന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. യൂട്യൂബിൽ കണ്ടുപിടിക്കുമ്പോൾ എന്താ പ്രശ്നം? ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഞാനിത് പഠിച്ചോ, അതിനെപ്പറ്റി പ്രസ്താവന ചോദ്യങ്ങൾ വന്നാലോ അതിനെപ്പറ്റി 1 word വന്നാലോ എനിക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്ന് അനലൈസ് ചെയ്യണം അല്ലേ? അങ്ങനെ നിങ്ങൾ ഓരോ പേപ്പറിനെയും സമീപിച്ച് സിലബസ് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ എനിക്കിത് പാസ്സാകാൻ പറ്റത്തുള്ളൂ. സിലബസിനകത്ത് എല്ലാ കാര്യങ്ങളും പഠിക്കാനും പറ്റത്തില്ല. നമുക്ക് ചിലത് എക്സ്ക്ലൂഡ് ചെയ്യാനും ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും, പുതിയത് എക്സ്ട്രാ വായിക്കേണ്ടി വരും. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറും അനാലിസിസ് ചെയ്ത് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ, അതായത് ഞാൻ പറയുന്നത് ഒരു 3 മണിക്കൂർ കണ്ടന്റിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവില്ല. പലപ്പോഴും ഇത് കണ്ടന്റാണ്, റാങ്ക് ഫെയിലുകളാണ്. അത് ഓരോ പ്രാവശ്യത്തെ പരീക്ഷ മാറുന്നതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ കഴിഞ്ഞ തവണത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണോ? നമുക്ക് നോക്കണ്ടേ? കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കേറ്ററ്റിൻ്റെ ഒരു വിജയ ശതമാനം എന്ന് പറയുകയാണെങ്കിൽ 2018-ൽ 11.7 2019 അത് 17%, 2020 അത് 24%, 21-ൽ 17%, 22-ൽ 21%, 22-ൽ അത് 26%, 23-ൽ 26.7%. നമ്മൾ ഏറ്റവും ഈസി ആയ എക്സാം നെഗറ്റീവ് ഇല്ല എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് പോകുന്നത് ഒരു 26 ആണ്. അതിനർത്ഥം 100-ൽ 26 പേര് മാത്രമേ ഇത് പാസ്സാവുന്നുള്ളൂ അല്ലേ? ഈ 100-ൽ 26 പേരേ പാസ്സാവുന്നുള്ളൂ. ബാക്കി 74 പേരും എന്താണ്, ഇത് പാസ്സാകുന്നില്ല. അവിടെയാണ് പ്രശ്നമുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നോക്കൂ, നെക്സ്റ്റ് കേറ്ററ്റ് നേടിയെടുക്കുന്നതുകൊണ്ട് ഇനി എന്താ ഗുണമുള്ളത്? അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരു ഡെയിലി വേജസ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1500 റുപ്പീസിനടുത്ത് നമുക്ക് കിട്ടും അല്ലേ? കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രം പെർ ഡേ പോകുമ്പോൾ നമുക്കൊരു 1000 അടുത്തുള്ള ഒരു റുപ്പീസ് നമുക്ക് കിട്ടും. എന്ത്? കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രം. കേറ്ററ്റ് ഇല്ലെങ്കിൽ അത് കിട്ടുമോ? കിട്ടില്ല. അവിടെ ആ വ്യത്യാസം കേറ്ററ്റ് എന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നിങ്ങൾ അറിയേണ്ടത്, നെക്സ്റ്റ് LPUP വരും, HSA വിളിക്കാൻ പോകുന്നു. ഈ ഒരൊറ്റ ഓപ്ഷൻ കൂടി ഉള്ളൂ HSA എഴുതുന്നവർക്ക്. കേറ്ററ്റ് കാറ്റഗറി 3 BA അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് B.Ed ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ HSA എഴുതാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. എത്ര പേര് അതിനെപ്പറ്റി അവെയറാണ്? കേറ്ററ്റ് കാറ്റഗറി 3 എനിക്ക് എഴുതിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നല്ലൊരു പോസ്റ്റിലേക്ക് പോകണം, എൻ്റെ ഇപ്പോഴുള്ള ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ആണത്, ഞാനത് കാണുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ വിഡ്ഢിത്തരമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനെ അവെയർ ചെയ്യേണ്ട, അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കേണ്ട സമയമാണിത്. ഓക്കെ, വിജ്ഞാപനം, കേറ്ററ്റ് സിലബസ്, ഇവയൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് 3 monthsനുള്ളിൽ കേറ്ററ്റ് എക്സാം ഉണ്ടാകും. സിലബസ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇനി നമുക്ക് ഈ തവണത്തെ കഴിഞ്ഞ കേറ്ററ്റ് കാറ്റഗറി 1-ലെ നമ്മുടെ EVS എന്ന് പറഞ്ഞ പോർഷനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. EVS മനസ്സിലായോ? ബേസിൽ നിന്ന് തുടങ്ങാം. EVS-ലെ ക്വസ്റ്റ്യൻ ആണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയത്തുള്ളൂ. ഇത് തെർമോഡൈനാമിക്സിലെ എന്ത് നിയമമാണ്? നമ്മൾ ഫിസിക്സിനകത്ത് പഠിക്കുന്ന SCRT പഠിക്കുന്ന
എന്താണ് ഫിസിക്സിനകത്തെ പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന ഒന്നാം നിയമമാണത് അല്ലേ തെർമോഡൈനാമിക്സിലെ ഒന്നാം നിയമത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഊർജവുമായി ബന്ധപ്പെട്ട നിയമം അല്ലേ. അപ്പൊ നോക്കിക്കേ, ഊർജം എന്ന് പറയുന്ന പോർഷനുണ്ട്. ഊർജം എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ സിലബസിനകത്തുണ്ട്. അല്ലേ, ഊർജം എന്ന് പറയുന്ന പോർഷനുണ്ട്. പക്ഷേ നിയമങ്ങളിലേക്കെത്തി, പാഠപുസ്തകങ്ങളിലേക്കെത്തി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? പാഠപുസ്തകം കറക്റ്റായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക അല്ലേ. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പരീക്ഷയ്ക്ക് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. നോക്കിക്കേ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. RBIയുടെ പാഠപുസ്തകമാണ്. പ്രാഥമിക ലക്ഷ്യമെന്ത്? പക്ഷേ EVSനകത്ത് ഈ ക്വസ്റ്റ്യൻസ് കയറി വരുമ്പോൾ സോഷ്യൽ സയൻസുകാർ, കേട്ടിട്ട് കാറ്റഗറി 2 സോഷ്യൽ സയൻസുകാർ ഈ ക്വസ്റ്റ്യൻ എഴുതുമായിരിക്കും. പക്ഷേ കാറ്റഗറി 1 ഈ ക്വസ്റ്റ്യൻ കയറി വരുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പെട്ടെന്ന് എഴുതുമോ ഈ ക്വസ്റ്റ്യന്? ഒരിക്കലും എഴുതത്തില്ല. ഒരു സംശയം ചിലവർക്കെങ്കിലും തോന്നാൻ സാധ്യതയുണ്ട്. വില സ്ഥിരതയും പണപ്പെരുപ്പ നിയന്ത്രണവുമാണ് അല്ലേ. ഇത് ഓപ്ഷനൊക്കെ വായിച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ സിലബസിലെ വാക്കുകൾ മാത്രമല്ല, പണ്ട് ഊർജം എന്നുള്ള ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് എന്ത് തരം ഊർജമാണ്? വിറക് കത്തുന്നു, അത് എന്ത് തരം ഊർജമാണ്? അല്ലെങ്കിൽ ബയോഗ്യാസ്, ഈ വക ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ നിന്ന് തെർമോഡൈനാമിക്സിലേക്ക് ആ ക്വസ്റ്റ്യൻ സ്വിച്ച് ചെയ്ത് കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? RBI പോർഷനിലേ ഇല്ലാത്തതാണ്, പക്ഷെ RBIയിലേക്ക് ഇറങ്ങി നിന്നു. കണ്ടോ? പാഠപുസ്തകങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കണ്ടന്റുകൾ റിച്ച് ആയി തുടങ്ങി. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കിയേ. CPR പ്രാഥമിക ശുശ്രൂഷയുണ്ട്. CPRലേക്ക് CPR എന്തിനെയാണ്? CPR പ്രാഥമിക ശുശ്രൂഷയിലെ CPR എന്തിനെയാണ്? നിങ്ങൾ മിക്കപ്പോഴും നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ റാങ്ക് ഫെയിലുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം, പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അതിൻ്റെ അബ്രിവേഷൻസ് പോലും ചോദിച്ചു തുടങ്ങി പ്രാഥമിക ശുശ്രൂഷയിൽ അല്ലേ. ദെൻ അടുത്തത് നോക്കിക്കേ. ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും കട്ടി കൂടുന്നതും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിൻ്റെ സവിശേഷതകളാണ്? മനസ്സിലായോ? ഇതൊക്കെ ഒരു കേറ്ററ്റ് കാറ്റഗറി 1 വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. രോഗങ്ങളും രോഗകാരികളും അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ പഠിക്കുമ്പം ഈ രോഗങ്ങളുടെ സവിശേഷതകളിൽ നമ്മൾ ഇത്രയും, അതായത് ജീവിതശൈലി രോഗങ്ങളൊക്കെ പഠിക്കുമ്പം ഇത്രയും കട്ടിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് അത് എത്തുന്നുണ്ടോ? ഇതൊന്നും പ്രതീക്ഷിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ചെല്ലുമ്പം പാസ്സാകാൻ പറ്റാത്തത്. മനസ്സിലായോ? ഇത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം യമുന മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറ്റേൺ ചേഞ്ചസ് കേറ്ററ്റിൻ്റെ മാത്രം നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ആ ഇടയിൽ നടക്കുന്ന PSയുടെ നോക്കണം, ആ ഇടയ്ക്ക് നടക്കുന്ന സെറ്റിൻ്റെ നോക്കണം, CTETൻ്റെ നോക്കണം. പൊതുവായ വിവരങ്ങൾ നമ്മൾ എല്ലായിടത്തുനിന്നും നോക്കി ഒരു കൃത്യമായ കണ്ടന്റുകൾ റിച്ചാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കിത് സ്റ്റുഡൻസിൻ്റെ എത്തിച്ചെങ്കിൽ മാത്രമേ ഇത് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുട്ടി പാസ്സാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ വരുമ്പോൾ കുട്ടി ചോദിക്കും, ഇത്രയൊക്കെ പഠിക്കണോ EVS? അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ അവിടെ പോയപ്പം പഠിച്ചത്, വളരെ കുറച്ചേ ഉള്ളൂ. ചില തവണ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഈസി ആകാം, പക്ഷെ ചില തവണ ക്വസ്റ്റ്യൻസ് കട്ടിയാകാം. ക്വസ്റ്റ്യൻസ് കട്ടിയാകുമെന്ന് കരുതി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ പാസ്സാകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ എനിക്ക് ഇംഗ്ലീഷിലാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ പറയാറുണ്ട് നമ്മുടെ പാസേജിനകത്തൊക്കെ ചില ഫ്രേസൽ വെർബ്സ്, ചില സമയത്ത് കുട്ടികൾ പറയും, മിസ്സേ ഞാൻ ഫ്രേസൽ വെർബ് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വൺ വേർഡ് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് പഠിക്കുന്നില്ല. അങ്ങനെ ഒഴിവാക്കാൻ ചില പോർഷൻസ് പറ്റുന്നില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ പാസേജിനകത്ത് 96, 97, 98, 99 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഫ്രേസൽ വെർബ് മാത്രമാണ് അല്ലേ. വെൻ്റ് അവേ, വെൻ്റ് ബാക്ക്, വെൻ്റ് ഓൺ, ഗോ വിത്ത്, മേക്ക് ഔട്ട്, മേക്കപ്പ്, മേക്ക് ഇൻ, മേക്ക് ഗുഡ്, ഇങ്ങനെ ചോദിച്ചേക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഫ്രേസൽ വെർബ് പഠിച്ചില്ല എങ്കിൽ 4 മാർക്ക് സ്വാഹ അല്ലേ. പാറ്റേൺ ചേഞ്ചസ് ആണ്. പണ്ട് ഇങ്ങനെയുള്ള പാറ്റേൺ വന്നത്, ഇതൊക്കെ ബാങ്കിനാണ് ഇങ്ങനെ ഒരു പാറ്റേൺ വന്നത്. അവിടെ നിന്നുള്ള പാറ്റേൺ ആയിരുന്നു ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യുന്നത്. അപ്പം ഓരോ ടൈപ്പിലും പാറ്റേൺ ചേഞ്ചസ് മാറാറുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ റെലവൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ തവണ 82 മാർക്ക് മേടിച്ചോ, ചിലപ്പം ഈ 82ൻ്റെ 8 മാർക്ക് 90 മാർക്ക് കയറി പാസ്സാകാൻ വേണ്ടി 8 മാർക്ക് പഠിക്കാൻ നിൽക്കരുത്. ആ 82ൽ നിങ്ങൾ 150ലേക്ക് തന്നെ കാതോർക്കുക. 150 മാർക്കിലേക്ക് ടാർഗറ്റ് വെച്ച് പഠിക്കുക 3 മാസം കൊണ്ട്. അതിന്
വെറുതെ വാട്സപ്പ് ഗ്രൂപ്പിലോ യൂട്യൂബിലോ കയറി ഇരുന്നിട്ട് കാര്യമില്ല. അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. സിസ്റ്റമാറ്റിക് ആവണം പഠനം. സിലബസ് എടുത്തു വെച്ച സിലബസിലെ ഇത്ര പോർഷൻസ് തീരുന്നു, അതിൽ ഇത്ര കാര്യങ്ങൾ റിവൈസ് ചെയ്തു, മോഡൽ എക്സാം എഴുതി നോക്കണം. പല കുട്ടികളും 150 മാർക്കിൻ്റെ മോഡൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോഴാണ് എഴുതുന്നത്. അത് തന്നെ തെറ്റാണ്. സമയമെടുത്ത ഒരാഴ്ചയിൽ ഒരു മോഡൽ എക്സാം എങ്കിലും ചെയ്തു നോക്കി കൃത്യമായി പരിശീലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേറ്ററ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേറ്ററ്റിൻ്റെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ 28ാമത്തെ ബാച്ചുമായി ഞങ്ങൾ എത്തുകയാണ്. ഞങ്ങളൊരു ബാച്ചുമായിട്ട് എത്തുമ്പോൾ ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേറ്ററ്റ് ഞങ്ങളോടൊപ്പം പാസ്സായവരാണ് കൂടുതൽ. അത് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാ പ്രാവശ്യവും പറയും. കാരണം ഞങ്ങൾ പാസ്സാക്കുന്ന കുട്ടികൾ അത്രയും അധികമുണ്ട് കേറ്ററ്റിന്. അത് മറ്റാർക്കും കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടീമാണ് കേറ്ററ്റിന് ഞങ്ങൾക്കുള്ളത്. ആ റിസൾട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു റിസൾട്ട് നിങ്ങൾക്കും നേടാൻ, നിങ്ങൾക്ക് എത്ര വർഷം കേറ്ററ്റ് എഴുതിയെടുത്തിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കേറ്ററ്റാണ് കേറ്ററ്റിൻ്റെ ഏത് കാറ്റഗറി 1, 2, 3, 4 ഏത് കാറ്റഗറി ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, അത് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഞങ്ങൾ തരുന്ന കണ്ടന്റ് കൃത്യമായി പഠിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ആ റിസൾട്ട് നിങ്ങൾക്ക് നേടിത്തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പം പുതിയ ബാച്ചുമായിട്ട് ഇപ്പോൾ പുതിയ ബാച്ച് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പം കേറ്ററ്റിൻ്റെ നമ്മുടെ ഓഫർ ഒരുപാടുണ്ട്. നമ്മുടെ ഓഫറിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, കേറ്ററ്റിന് ടീച്ചറെ ഫീസ് അടച്ചൊരു കേറ്ററ്റിന് കോഴ്സിന് ജോയിൻ ചെയ്യണോ? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു 3000 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി വേജസിൽ ഒരു സാലറി കേറ്റിട്ടില്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുമ്പോൾ കിട്ടുന്നത്. ആ സാലറി നിങ്ങൾക്ക് 25ലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടണം. പെർ മന്ത് ഇത്രയും ഡിഫറൻസ് നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാവുകയാണ്. അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് സർക്കാർ സർവീസിലേക്ക് കയറുമ്പോൾ ഈ 25 എന്നുള്ളത് എത്രയാവും? 38+ ആകുക അല്ലേ? അവിടേക്ക് നിങ്ങൾ പൊസിഷൻ ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻപുട്ട് ഇടണം. ഇവിടെ ഇൻപുട്ട് ഇട്ടിട്ടേ കാര്യമുള്ളൂ. ആ ഇൻപുട്ട് ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. പിന്നെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കേറ്ററ്റിൻ്റെ എല്ലാ സംശയങ്ങളുമായി ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഒരു Q&A സെഷനിൽ വരികയാണ്. Q&A സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സബ്ജക്റ്റ് എക്സ്പേർട്സും ഉണ്ടാകും. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് അതിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ട് പഠനത്തിൽ പാസ്സാവുന്നില്ല, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ സോൾവ് ചെയ്തു തരാൻ ഞങ്ങളിവിടെയുണ്ട്. അപ്പോൾ ലിങ്ക് താഴെയുണ്ട്, ആക്റ്റീവാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ പുതിയ ബാച്ചിന് വേണ്ടി ഇപ്പം നല്ല ഓഫറാണുള്ളത്. മറന്നു പോകേണ്ട, ഓഫർ ഒരാഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ. വേഗം തന്നെ ഈ ഓഫറിൽ നിങ്ങൾ കോഴ്സ് കരസ്ഥമാക്കി പഠിച്ചു തുടങ്ങിക്കോളൂ. വീണ്ടും വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.